കർത്താവിന്റെ ശിഷ്യനായിരുന്ന ഇസ്കറിയാത്ത യൂദ യേശുവിനെ കാണിച്ചു കൊടുക്കുവാനുള്ളതായ ഒരു എഗ്രിമെന്റിൽ എത്തി. പരീശന്മാരുമായിട്ടും പള്ളിപ്രമാണികളുമായിട്ടും ഒക്കെ പറഞ്ഞൊത്തിരുന്നതായ 30 വെള്ളിക്കാശ് താൻ അഡ്വാൻസ് ആയിട്ട് വാങ്ങി. അതിന് തക്കതായ ഒരു സമയം കാത്തുകൊണ്ടിരുന്നു എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിന്റെ ഈ യാമത്തിൽ ദൈവത്തിന്റെ ആത്മാവിന് നമുക്ക് കാണിച്ചു തരുവാൻ ഉദ്ദേശിക്കുന്നതായ ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ ആലോചന ഏത് സമയത്താണ് യൂദ യേശുവിനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി തെരഞ്ഞെടുത്തത്? അതാണ് നമ്മുടെ വിഷയം. നമുക്ക് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: അത്താഴം ആയപ്പോൾ പിശാച് ശിമോന്റെ മകനായ യൂദ ഇസ്കറിയാത്താവിൽ അവന്റെ ഹൃദയത്തിൽ യേശുവിനെ കാണിച്ചു കൊടുപ്പാൻ തോന്നിച്ചു. ദൈവത്തിന് സ്തോത്രം. അതെന്താണ് ഈ അത്താഴത്തിന്റെ പ്രാധാന്യത? എന്തുകൊണ്ടാണ് യോഹന്നാൻ അങ്ങനെ ഒരു വാക്ക് അവിടെ എഴുതിയത്? യൂദ യേശുവിനെ കാണിച്ചു കൊടുത്തു എന്ന് മാത്രം എഴുതിയാ പോലെ. അത്താഴം എന്ന ഒരു വാക്ക് എന്തുകൊണ്ടാണ് താൻ ഉപയോഗിച്ചത്? എന്നാണ് നമ്മൾ അത്താഴത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്, പിന്നെ ലഞ്ചുണ്ട്, പിന്നെ ഡിന്നറുണ്ട്. അതോടെ നമ്മുടെ ഒരു ദിവസം കഴിയുക. ഇതിനോടിടയ്ക്ക് നമ്മൾ പല പ്രാവശ്യം സ്നാക്സും ടീയും ഒക്കെ എടുക്കാറുണ്ട്. അതൊന്നും എണ്ണത്തിൽ പെടുന്നില്ല. യഹൂദന്മാരുടെ ആഹാര ക്രമീകരണം അനുസരിച്ച് നമുക്കറിയാം, ഓരോ രാജ്യത്തും ഓരോ നാട്ടിലുമൊക്കെ ആഹാരത്തിന്റെ പേരുകളും അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ആ ടൈമിങ്ങുകളും ഒക്കെ വ്യത്യസ്തമാണ്. എന്നാൽ യഹൂദ മര്യാദ പ്രകാരം, അവരുടെ ആചാരപ്രകാരം അവർക്ക് പ്രഭാത ഭക്ഷണം അത്ര വലിയ വിശേഷതയൊന്നുമല്ല. അവർക്ക് ആദ്യം ഉള്ളത് അത്താഴമാണ്. അത്താഴമാണ് അവരുടെ മെയിൻ. അതായത് ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ 5 മണി വരെ, അല്ലെങ്കിൽ ചില ഇടങ്ങളിൽ 6 മണി വരെ അവരുടെ അത്താഴ സമയമാണ്. ഹെവി ഫുഡ്. ആ സമയത്താണ് അവർ വിരുന്നുകാരെയും മറ്റു പല അതിഥികളെയും ഒക്കെ സ്വീകരിക്കുന്നത്. അങ്ങനെ അത്താഴം കഴിഞ്ഞതിന് ശേഷം 7 മണി മുതൽ രാത്രി 11 മണി വരെ മുത്താഴം എന്ന് പറയുന്ന ഒന്നുണ്ട്. അതിന്റെ ഇംഗ്ലീഷിൽ പറയുന്നത് അവർ 2 മുതൽ 5 മണി വരെ അല്ലെങ്കിൽ 6 മണി വരെ കഴിക്കുന്ന ആഹാരത്തിന് അതിന് ഡിന്നർ എന്ന് പറയും. അതിനുശേഷം 7 മുതൽ 11 വരെയുള്ള ആ സമയത്തെ ഭക്ഷണത്തിന് അവർ സപ്പർ എന്ന് വിളിക്കും. ദൈവത്തിന് സ്തോത്രം. യൂദ തെരഞ്ഞെടുത്തത് സപ്പർ ടൈം അല്ലെങ്കിൽ മുത്താഴത്തിന്റെ സമയമാണ്. നമ്മുടെ മലയാള ഭാഷയിൽ പരിഭാഷപ്പെടുത്തിയപ്പോൾ അത് അത്താഴം എന്ന് കൊടുത്തിരിക്കുന്നെങ്കിലും യേശു പറഞ്ഞിരിക്കുന്നത് മുത്താഴത്തിന്റെ സമയമാണ്. എന്താണ് ഈ മുത്താഴത്തിന്റെ പ്രത്യേകത? ആ സമയത്ത് അവർ വിരുന്നുകാരെ ആരെയും സ്വീകരിക്കാറില്ല. അതാത് ഭവനത്തിലുള്ളവർ, ഏറ്റവും അടുത്ത ഇന്റിമേറ്റ് ആയിട്ടുള്ളവർ, അവരുടെ മുഖം നോക്കി, മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്ന സമയമാണ്. അപ്പോൾ ലഘുവായിട്ടുള്ളതായ എന്തെങ്കിലും ചെറിയ ബിസ്ക്കറ്റോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ളതായ എന്തെങ്കിലും ഒരു ചെറിയ ലഘുവായിട്ടുള്ള ഭക്ഷണവും വീഞ്ഞും ഒക്കെയാണ് ആ സമയത്ത് അവർ കഴിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവിന്റെ വചനത്തിൽ ദൈവസുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ അത്താഴം കഴിഞ്ഞ് പാനപാത്രം എടുത്തു. അപ്പോൾ ഈ പാനപാത്രം എടുത്ത സമയം എന്ന് പറയുന്നത് മുത്താഴ സമയത്തെ ആ സമയത്തുള്ളതായ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ ആ സമയത്തിന് പല വിശേഷതകളുണ്ട്. ഒന്ന്, അവർ ആരെയും അല്ലെങ്കിൽ അതിഥികളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തത്തില്ല. ആ ഭവനത്തിലുള്ളവർ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ, ആ സ്നേഹിതർ അല്ലെങ്കിൽ ആ ബന്ധുക്കൾ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്ന സമയം, ടൈം ഓഫ് ഇന്റിമസി. അതിനുശേഷം അതിനെ വിളിക്കുന്നത് ടൈം ഓഫ് ഫെലോഷിപ്പ്, കൂട്ടായ്മയുടെ സമയം. അവർക്ക് തമ്മിൽ പല പല കാര്യങ്ങൾ പറയുവാനും അല്ലെങ്കിൽ യോജിച്ച് നിൽക്കുവാനുള്ളതായ പല കൂട്ടായ്മയുടെ അനുഭവമുണ്ട്. അതിനുശേഷം സിഗ്നിഫിക്കന്റ് ഡിസ്കഷൻസ് അല്ലെങ്കിൽ കോൺവെർസേഷൻസ്. വാസ്തവമായിട്ട് ഓരോരോ കാര്യങ്ങളിൽ ഉള്ളതായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ളതായ ചർച്ച ചെയ്തിട്ട് പിറ്റേ ദിവസത്തെ അവർ എടുക്കേണ്ടതായ ഓരോരോ ചുമതലകളുടെ അല്ലെങ്കിൽ തീരുമാനങ്ങളുടെയും നടപടികളുടെയും വിവരണങ്ങൾ തമ്മിൽ ഒത്തു സംസാരിക്കുന്ന സമയം.
അവർ സംസാരിക്കുകയാണ്, ഇടപെടുകയാണ്, മുഖത്തോട് മുഖം നോക്കുകയാണ്, തമ്മിൽ ഒത്തുചേരുന്ന സമയം. ഇതിനെയാണ് മുത്താഴത്തിന്റെ സമയം എന്ന് പറയുന്നത്. യേശുവിനെ കാണിച്ചു കൊടുക്കുവാൻ യൂദാ തെരഞ്ഞെടുത്തത് മുത്താഴത്തിന്റെ സമയം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കാരണം അതിഥികൾ വേറെ ആരുമില്ല, യേശുവും ശിഷ്യന്മാരും തനിച്ച് മാത്രം. അവർ പിറ്റേ ദിവസത്തെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കുന്ന സമയമാണെന്ന് യൂദയ്ക്കറിയാം. കാരണം ആ 3.5 വർഷക്കാലം യൂദ യേശുവിനോടൊപ്പം എല്ലാ ദിവസവും മുത്താഴത്തിൽ പങ്കെടുത്തിട്ടുള്ളവരാ. അപ്പോഴവിടെ ആരെല്ലാം കാണുമെന്ന് യൂദയ്ക്ക് നല്ലതുപോലെ അറിയാം. മുത്താഴത്തിന്റെ സമയം വിജനമായിരിക്കും. എല്ലാ ഭവനങ്ങളിലും ഓരോരോ ഭവനക്കാർ മാത്രം അവരുടെ ഭവനത്തിൽ വീട് അടച്ചിട്ട് അവർ മുഖത്തോട് മുഖം നോക്കി അവരുടെ കൂട്ടായ്മയിൽ ദൈവത്തോടുള്ളതായ ബന്ധത്തിൽ അവർ കഴിയുന്നതായ സമയമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നത്: ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം എന്ന് പറയാം. അവിടെയും ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് സപ്പർ, മുത്താഴത്തിന്റെ സമയമാണ്. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറയുവാൻ ഒരു കാര്യമുണ്ട്. നിന്റെ ശത്രു നിന്നോട് ഇടപെടുന്നതായ നിനക്കെതിരായി പല കാര്യങ്ങളും വട്ടം കൂട്ടുന്നതായ സമയം, നിന്നെ കാണിച്ചു കൊടുക്കുന്ന സമയം, നിന്നെ അനർത്ഥത്തിലേക്ക് വീഴിക്കുവാൻ നിന്റെ അടുത്ത് വരുന്നതായ സമയം, നീയും നിന്റെ സഹോദരങ്ങളുമായി അടുത്തിടപെടുന്ന സമയം, നിന്റെ കുടുംബമായിട്ട് നിന്റെ വ്യക്തിപരമായ കാര്യം മുഖത്തോട് മുഖം നോക്കി നിങ്ങൾ പങ്കിടുന്നതായ സമയം, നിങ്ങളുടെ ഭാവിപരമായ കാര്യങ്ങളെ, കുഞ്ഞുങ്ങളുടെ വിഷയങ്ങളെ, കുടുംബത്തിലെ ആവശ്യങ്ങളെ നിങ്ങൾ ഒത്തുചേർന്ന് സംസാരിച്ച് നിങ്ങൾ കാര്യങ്ങൾ സംസാരിച്ച് ദൈവത്തിന്റെ കരുത്തിൽ കൊടുക്കുന്ന സമയം. അപ്പോൾ വേറെ ആരുമായിട്ടും ബന്ധമില്ല, നിങ്ങളുടെ കുടുംബവും അല്ലെങ്കിൽ നിങ്ങളോട് ഏറ്റവും അടുത്തവരും മാത്രമായിരിക്കുന്നതായ സമയം. ഇവിടെയാണ് പിശാച് പ്രവർത്തിക്കുന്നത്. അത് ദൈവത്തിനറിയാം, കർത്താവിനറിയാം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഈ സമയത്ത് നിങ്ങൾ എന്റെ ശബ്ദം കേട്ട് വാതിലുകളെ തുറക്കുക. ഞാൻ വന്ന് ശത്രു നിന്റെ അവകാശത്തെ അപഹരിക്കാതിരിക്കേണ്ടതിന് നിനക്ക് കാവലായി നിന്റെ മുത്താഴത്തിൽ ഞാൻ നിനക്ക് സന്നിഹിതനായിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നോക്കൂ, ഇയ്യോബ് തന്റെ പുത്രന്മാരുമായിട്ട് ദൈവത്തിന്റെ സന്നിധി നിൽക്കാൻ പോയില്ലേ? അപ്പോൾ പിശാചും അവരോടുകൂടെ പോയി. അവരുടെ ആലോചനകൾ ദൈവവുമായിട്ട് സംസാരിക്കുന്നത് കേട്ടു. ദൈവം അവരുടെ സമ്പത്തിനും അവർക്കുള്ളതിനൊക്കെയും വേലി കെട്ടിയിരിക്കുന്നതായ കാര്യങ്ങളൊക്കെ ഇയ്യോബും ദൈവപുത്രന്മാരും ദൈവത്തോടൊക്കെ സംസാരിക്കുന്നത് പിശാച് കേട്ടു. എന്നാൽ നമ്മുടെ ഇടയിൽ പിശാച് പ്രവർത്തിക്കാതിരിക്കുവാൻ, നമ്മുടെ കുടുംബത്തിൽ പിശാച് പ്രവർത്തിക്കാതിരിക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ പിശാച് പ്രവർത്തിക്കാതിരിക്കുവാൻ, നമ്മുടെ ആത്മീക ജീവിതത്തിൽ പിശാച് പ്രവർത്തിക്കാതിരിക്കുവാൻ ദൈവം ചെയ്യുന്നതായ സംരക്ഷണമാണ് അവന്റെ സാന്നിധ്യം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ പർട്ടിക്കുലറായിട്ട് ഇവിടെ കാണിച്ചിരിക്കുകയാണ്. അത്താഴം ആ സമയത്ത്, അതായത് മുത്താഴത്തിന്റെ സമയത്ത് ആ ഇസ്കറിയത്ത യൂദായിൽ പിശാച് പ്രവർത്തിച്ചു. ഇതാണ് പറ്റിയ സമയം, ഇതുപോലൊരു സമയം നിനക്ക് കിട്ടില്ല എന്ന് പറഞ്ഞാൽ അവനും ശിഷ്യന്മാരും മാത്രമുണ്ട്, വേറെ ആരും അവിടെയില്ല. അവർ മുത്താഴം കഴിക്കുന്നു, അവർ സംസാരിക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതിനു മുമ്പ് അത്താഴം കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് യൂദയെ യേശു തിരിച്ചറിഞ്ഞു. യൂദയുടെ പ്രവർത്തനത്തെക്കുറിച്ച് യേശുവിന് നല്ലൊരു ബോധ്യമുണ്ടായി. എങ്കിലും ആ 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുകയാണ്, കർത്താവ് തനിക്ക് കൊടുത്തവരെ, പിതാവ് കൊടുത്തവരെയൊക്കെയും അവസാനം വരെയും സ്നേഹിച്ചു. മുത്താഴ സമയത്ത് യൂദ ആ മാളികമുറിയിലേക്ക് കടന്നു ചെന്നപ്പോൾ, യേശു ശിഷ്യന്മാരും കൊണ്ടിരുന്ന് സംസാരിച്ച സ്ഥലത്തേക്ക് കടന്നു ചെന്നപ്പോൾ കർത്താവ് സ്നേഹത്തോടെ ചോദിക്കുകയാണ്, യൂദേ, മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന ഒരു ചുംബനം കൊണ്ടോ? അവൻ ചുംബിക്കുന്നതിന് മുൻപ് ചുംബനത്തെ കുറിച്ച് കർത്താവ് പറഞ്ഞു. എങ്കിലും ആ അധ്യായം തുടങ്ങുമ്പോൾ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, തനിക്ക് കടന്ന് പിതാവിന്റെ അടുത്തേക്ക് പോകുവാനുള്ള സമയം അടുത്തു എന്ന് യേശുവിന് മനസ്സിലായി. അതിന്റെ പിറ്റേ ദിവസം പോവുകയാണെന്ന് കർത്താവിന് വ്യക്തമായി മനസ്സിലായി. പിതാവ് തന്നോടെല്ലാ വിവരങ്ങളും പറഞ്ഞു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പിതാവിൽ നിന്ന് യേശു കേട്ടതായ കാര്യങ്ങളൊക്കെയും തന്റെ ശിഷ്യന്മാരെ വ്യക്തിപരമായി
മറ്റാരുമില്ലാതെ താൻ വേറിട്ട് കൊണ്ടുപോയി മുത്താഴം കഴിക്കുമ്പോൾ, അവരോട് സംസാരിക്കുമ്പോൾ, അവരുമായിട്ട് തീരുമാനിക്കുമ്പോൾ, അവരുമായിട്ട് പങ്കിടുമ്പോൾ, അവരോട് മുഖാമുഖം നോക്കി സംസാരിക്കുമ്പോൾ, ആ സമയത്താണ് ശത്രു കയറി ചെല്ലുന്നത്. ഇസ്കറിയാത്ത് യൂദായിൽ പിശാച് കടന്നത് ആ സമയത്താണ്. ദൈവത്തിന്റെ ആത്മാവിന് ഈ പ്രഭാതത്തിൽ നമ്മോട് സംസാരിക്കുവാൻ ചിലതുണ്ട്, കാണിച്ചു തരുവാൻ ചിലതുണ്ട്. നാമും നമ്മുടെ കുടുംബവുമായിട്ടുള്ളതായ വ്യക്തിപരമായ ജീവിത ആ ഡിസ്കഷൻ സമയത്ത്, നമ്മുടെ ഇന്റിമസി, ദ ടൈം ഓഫ് ഇന്റിമസി, ദ ടൈം ഓഫ് ഫെലോഷിപ്പ്, ദ ടൈം ഓഫ് കോൺവെർസേഷൻസ്, നമ്മുടെ സംസാര സമയത്ത്, വ്യക്തിപരമായ സംസാര സമയത്ത്, മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്ന സമയത്ത്, നാമും അവരുമായിട്ട് ചേർന്ന ഒരു കാര്യങ്ങൾ ഐക്യമത്യത്തോട് ചെയ്യുവാൻ പോകുന്ന സമയത്ത്, ഇവിടെയൊക്കെയും നമ്മെ കാണിച്ചു കൊടുക്കുന്ന യൂദയിന്മേൽ കയറിയ പിശാച് അവിടെയൊക്കെ പ്രവേശിക്കും. സ്തോത്രം. മനസ്സിലാക്കുക. അതാണ് പരിശുദ്ധാത്മാവിന് ആ വചനം അവിടെ പ്രത്യേകമായി എഴുതി വെച്ചതിൽ നിന്ന് നമുക്ക് ബുദ്ധി ഉപദേശിക്കുവാൻ, നമുക്ക് കാണിച്ചു തരുവാൻ നമുക്കായി വെച്ചിരിക്കുന്ന ദൈവത്തിന്റെ വചനം. ദൈവമക്കൾ ഇത് കണ്ടുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? ഇതിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ, ഈ അനർത്ഥത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു സംഗതിയുണ്ട്. അതാണ് വെളിപ്പാട് ദിവസം 3-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം. ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ അവന്റെ മുത്താഴത്തിൽ ഞാൻ സന്നിഹിതനായിരിക്കും, ഞാൻ പ്രധാനിയായിരിക്കും, ഞാൻ അതിന്റെ കാവൽ ചെയ്യും, ഞാൻ അവനോടുകൂടെ ഇരിക്കും, എന്റെ സാന്നിധ്യം അവനോടുകൂടെ ഇരിക്കും, ശത്രു അവനെ തൊടാതിരിക്കേണ്ടതിന്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, പലപ്പോഴും ദൈവത്തിന്റെ ശബ്ദത്തെ തിരിച്ചറിയാതെ, നമ്മുടെ സാന്നിധ്യത്തെ കാവൽ ചെയ്യുവാൻ ദൈവം കാണിക്കുന്നതായ മുഖാന്തരങ്ങളെ തിരിച്ചറിയുവാൻ കഴിയാതെ, ദൈവത്തിന്റെ സാന്നിധ്യം നാം ആവശ്യപ്പെടാതെ, പലപ്പോഴും നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്തു തീർക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ തന്നെ അങ്ങ് പൊരുത്തപ്പെട്ട് പോകുവാൻ നമ്മൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. കർത്താവ് പറയുന്നു, അങ്ങനെയല്ല. ഞാൻ വാതിക്കൽ നിന്ന് ഇങ്ങനെയൊക്കെയുള്ള സമയത്ത്, നിന്റെ ഏകാഗ്ര സമയത്തും നിന്റെ കുഞ്ഞുങ്ങളും നിന്റെ കുടുംബവും നിന്റെ കാര്യങ്ങളും നിന്റെ വിശ്വാസവും നിന്റെ പ്രത്യാശയും നിന്റെ ആത്മീയ ജീവിതവും ഭൗമിക ജീവിതവും നിന്റെ സാമ്പത്തിക ജീവിതവും ഇതൊക്കെ നിങ്ങൾ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുമ്പോൾ അതിന്റെ മധ്യത്തിൽ ശത്രു പ്രവർത്തിക്കാതിരിക്കുവാൻ ഞാൻ നിനക്ക് കാവൽ ചെയ്യും, ഞാൻ നിന്നോടുകൂടെ ഇരിക്കും, ഞാൻ നിനക്ക് മുമ്പായി പോകും. നീ ഒരു കാര്യം ചെയ്യണം, വാതിൽ തുറക്കുവാൻ നീ എന്റെ ശബ്ദം കേൾക്കണം, എന്റെ ശബ്ദം തിരിച്ചറിയണം, എന്റെ ശബ്ദം ഇന്നതെന്ന് തിരിച്ചറിയണം. ദൈവത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. പിശാച് നമ്മെ സന്ദർശിക്കുന്നതായ സമയങ്ങൾക്ക് വ്യത്യാസമുണ്ട്. എല്ലാവരുടെയും മുൻപിൽ വെച്ച് ചിലപ്പോൾ പിശാച് നമ്മെ സന്ദർശിച്ചെന്ന് വരില്ല. നമ്മുടെ ഏകാഗ്രമായ വ്യക്തിപരമായ ജീവിതത്തിൽ നാം മന്ത്രിക്കുന്നത്, നാം സംസാരിക്കുന്നത്, നാം വിവക്ഷിക്കുന്നത്, നാം തീരുമാനിക്കുന്നത്, നാം പങ്കിടുന്നത് നാം അറിയാതെ ശത്രു കേട്ടുകൊണ്ടിരിക്കുക, നമുക്കെതിരായി ഒരായുധമായി നമുക്കെതിരായി ഉപയോഗിക്കുവാൻ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ സാന്നിധ്യം, മോശ ദൈവത്തോട് പറയുന്നു, നിന്റെ സാന്നിധ്യം എന്നോടുകൂടെ വരുന്നില്ല എങ്കിൽ എന്നെ അയക്കരുത് എന്ന് പറഞ്ഞാൽ, ഞാൻ സംസാരിക്കുന്നതും ചെയ്യുന്നതുമെല്ലാം നിന്റെ സാന്നിധ്യത്തിലായിരിക്കണം. അതെനിക്ക് രക്ഷ നൽകും, അതെനിക്ക് സംരക്ഷണം നൽകും, എനിക്കൊരു വിടുതൽ തരും, അതെനിക്ക് സൗഖ്യം തരും, അതെനിക്ക് സമാധാനം തരും. ഇല്ല എങ്കിൽ ഞാൻ അറിയാത്ത വിപത്തുകൾ എന്നെ തേടി വരും, ഞാൻ അറിയാത്ത അനേക ദുഃഖങ്ങൾ എന്നെ തേടി വരും, ഞാൻ അറിയാത്ത അനേക വേദനകൾ എനിക്ക് സമ്മാനിക്കും, ഞാൻ അറിയാത്ത അനേക അനർത്ഥങ്ങൾ എനിക്ക് വന്ന് ഭവിക്കും. എന്നാൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ, ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ, പ്രിയ ദൈവ പൈതലേ, ദൈവം നിന്നെ ആ ശത്രുവിന്റെ സകല ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷിച്ച് വീണ്ടെടുത്ത് നിന്നെ പരിപാലിക്കുവാൻ അവൻ ശക്തനാണ്. ഒരു പ്രാവശ്യം കൂടി നാം തിരുവചനത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ കൊണ്ടുവരാം. നോക്കൂ, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 2-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു, അത്താഴമായപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് വിവരിച്ചു തന്നതുപോലെ മുത്താഴ സമയത്ത് നിന്റെ കുടുംബവും നീയുമായി, നിന്റെ കുഞ്ഞുങ്ങളുമായി, നിനക്ക് വേണ്ടപ്പെട്ടവരുമായി, ദൈവമക്കളുമായി നീ പങ്കിടുന്നതായ ഏകാഗ്ര സമയത്ത് ഇതാ ശത്രു കടന്നു വരുന്നു. അവനിന്മേൽ ആ ശത്രു അതാണ് തക്കമെന്ന് നോക്കുന്നത്. പക്ഷെങ്കിൽ ഭയപ്പെടേണ്ട, യേശു വാതിക്കൽ നിന്ന് മുട്ടുന്നു. അവന്റെ ശബ്ദം നീ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ നീ വാതിൽ തുറന്നു കൊടുക്കുക, അവൻ വന്ന് നിനക്ക് സംരക്ഷണം നൽകും,
അവൻ നിന്നെ രക്ഷിക്കും, അവൻ നിന്നെ സൂക്ഷിക്കും, അവൻ നിന്നെ പരിപാലിക്കും, അവൻ നിന്നെ വിടുവിക്കും, അവൻ നിന്നെ വീണ്ടെടുക്കും, അവൻ നിന്നെ സൗഖ്യമാക്കും, അവൻ നിന്നെ സന്തോഷിപ്പിക്കും, അവൻ നിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോകാതെ അവന്റെ കൃപയിൽ നിന്നെ പരിപാലിക്കും. നിന്നെ മാത്രമല്ല, നിന്നോട് കൂടെയുള്ളവരെയും. ഗോഡ് ബ്ലെസ് യു.